സാറേ സാർ ഈ കഥകൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും കാര്യമായിട്ട് ആൾക്കാർ ചോദ്യം ചെയ്യാൻ രംഗത്ത് വന്നിട്ടില്ല. ഇനി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ വന്നിട്ടില്ലെന്നാണ്. ഇല്ല, ഒരാളുടെ എക്സ്പീരിയൻസ് വേറൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ല. തന്നെയല്ല, ഒരു ആത്മീയമായ ഒരു ലെവൽ കഴിയുന്നവർക്ക് അസ്റ്റൽ ബോഡിയെ കാണാൻ പറ്റും, സാധാരണ മനുഷ്യനെ കാണാൻ പറ്റില്ല. അപ്പൊ സാധാരണ മനുഷ്യൻ 1350 ഗ്രാമുള്ള ഒരു തലച്ചോറേ ഉള്ളൂ. 1350 ഗ്രാമുള്ള തലച്ചോറ് കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരാൾ ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അതെ, കാരണം പ്രപഞ്ചത്തിലെ ടോട്ടൽ എക്സ്പീരിയൻസിന്റെ ഒരു 10% മനുഷ്യന് തലച്ചോറുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റും, മറ്റത് ധരിക്കാൻ പറ്റിയല്ല. അപ്പൊ ശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സ്പിരിച്വൽ പവേഴ്സ് ഉള്ള ആളുകളുണ്ട്, അവരുടെ ചെയ്തെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ബഹുമാന്യനായ ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇതൊരു ആസ്ട്രൽ ബോഡിയാണ്, ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല. പ്രപഞ്ചത്തിൽ ഭൂമിയിലെ എല്ലാ സ്പീഷീസുകൾക്കും അവരുടെ സെൻസറി ലിമിറ്റ് ഉണ്ട്, അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല ആയതും അല്ലാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട്. ഇത് ബയോളജിക്കലായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ മറവിൽ ഇല്ലാത്ത പ്രേതാനുഭവത്തെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തെ പോലെ ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ അശാസ്ത്രീയമായ ഒരു പരാമർശം നടത്തുമ്പോൾ അത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കും. അപ്പീൽ ടു അതോറിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു കോഗ്നിറ്റീവ് ബയാസ് ആണ്. യഥാർത്ഥത്തിൽ പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്ക പ്രോഗ്രാമിന്റെ ന്യൂറോ സയൻസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിശദീകരിക്കാവുന്ന ഒന്ന് മാത്രമാണ്. നമ്മുടെ തലച്ചോറിന് പരിണാമത്തിലൂടെ, ബയോളജിക്കൽ എവല്യൂഷനിലൂടെ കിട്ടിയ തിയറി ഓഫ് മൈൻഡ്, അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് എന്നൊക്കെ പറയുന്ന ബ്രെയിൻ പ്രോഗ്രാമുകൾ തലച്ചോറിൽ നടക്കുന്ന ഒരു കാര്യം കൊണ്ട് 100% വിശദീകരിക്കാവുന്ന ഒരു പ്രതിഭാസത്തെ ചരിത്രാതീത കാലം തൊട്ടേ മനുഷ്യ സംസ്കാരത്തിൽ ഉൾച്ചേർന്നു പോയ ഒരു അന്ധവിശ്വാസത്തെ സാംസ്കാരികമായി സഹസ്രാബ്ദങ്ങളോളം കൈമാറ്റം ചെയ്യപ്പെട്ട ഒന്നിനെ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുകയും ലെജിറ്റിമൈസ് ചെയ്യുകയാണ് ചെയ്തത്. നമസ്കാരം ഗൈസ്. അപ്പൊ ഇത് ഇപ്പൊ കാണാനിടയായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ നമ്മൾ തമ്മിൽ എന്നുള്ള പ്രോഗ്രാമിൽ ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ, മുൻ IPS ഉദ്യോഗസ്ഥൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ പോലുള്ള അഭിപ്രായങ്ങൾ പിന്തുണയ്ക്കുന്നവർ, അതായത് ഈ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് ആൻഡ് അതർ സ്പിരിച്വൽ ഫിനോമിനാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്നവർ, എക്സ്പീരിയൻസ് ചെയ്തവർ, അവരൊക്കെയാണ് ഒരു പാനലിൽ ഇരിക്കുന്നത്. അതിനെ എതിർക്കാൻ വേണ്ടി ഇപ്പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ നിരീശ്വരവാദികളും സയൻറ്റിഫിക് മൈൻഡ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില ആൾക്കാരും സയൻസിൻ്റെ വക്താക്കളും ഒക്കെ നിന്നുകൊണ്ട് അവരവരായിട്ടുള്ള സംസാരിക്കുകയാണ്. വിമർശന പെരുമഴ എന്ന് വേണേൽ പറയാം. പക്ഷേ ഇതിനകത്ത് അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ അംഗീകരിക്കാറില്ല. പക്ഷേ ഇങ്ങനെ പാരനോർമൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ഫിനോമിനാസിനെ കുറിച്ചൊക്കെ അലക്സാണ്ടർ ജേക്കബ് സാറ് പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിയിലേറെ ശരികളാണ്. അതൊക്കെ ഒരു പരിധിയിലേറെ ശരികളാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഇമാജിനേഷൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും പൊടിപ്പും തൊങ്ങലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 100-ൽ വല്ല ഒരു 10% വല്ലതൊക്കെ ഉണ്ടാവുള്ളൂ അദ്ദേഹം പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെയും നമുക്ക് സ്കെപ്റ്റിക്കലായിട്ട് ചിന്തിക്കാം. പക്ഷേ എങ്കിലും ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു സ്പിരിച്വൽ റെൽമിൽ ഉള്ള കാര്യങ്ങളാണ്. അത് ഈ ശാസ്ത്രവാദികളും നിരീശ്വരവാദികളും പിന്നെ മറ്റു അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ ആൾക്കാർ വലിയൊരു ശാപമാണ്. കാര്യം മനുഷ്യൻ്റെ എവല്യൂഷന്, പരിണാമത്തിന് വലിയൊരു ശാപവും വിലങ്ങുതടിയുമാണ് ഈ ശാസ്ത്രവാദികൾ തന്നെ. അത് പറഞ്ഞാൽ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല, പക്ഷെ പറയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാര്യം ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് ഈ സയൻസ് എന്ന് പറഞ്ഞ് ചാകുന്ന മനുഷ്യർക്ക് ദേ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് സയൻസ്. അതിപ്പോൾ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എപ്പോഴും പറയുന്നതാണ്. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ടൂൾ ടു മെഷർ ദ പ്രോഗ്രസ് ഓർ പർട്ടിക്കുലർ ഫിനോമിന ഓർ പർട്ടിക്കുലർ ഒക്കറൻസ്. അത് എൻഡ് ഓൾ ബി ഓൾ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് എൻഡ് ഓൾ ബി ഓൾ. ഇറ്റ്സ് ജസ്റ്റ് എ മെഷറിങ് മെക്കാനിസം. ഇപ്പോൾ ഒരു ഒക്കറൻസ് എന്തുകൊണ്ട് നടക്കുന്നു, എന്തൊക്കെ രാസപ്രവർത്തനങ്ങൾ അതിനകത്ത് നടക്കുന്നു, ദ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ എ പർട്ടിക്കുലർ ഒക്കറൻസ് ഓർ എനി പർട്ടിക്കുലർ ഫിനോമിന. സോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരു പ്രൂഫ്, അതിൻ്റെ വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫിനോമിനാസ് ഇവിടെ സങ്കലനം കൊണ്ടിട്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റഡ് പ്രൂഫ്, അതാണ് സയൻസ് എന്ന് പറയുന്നത്. ബട്ട് സ്പിരിച്വൽ ഫിനോമിനാസ് ആർ സംതിങ് ഡിഫറെൻറ്റ്. അത് വേറൊരു ലെവലിലുള്ള സംഭവങ്ങളാണ്. അതിന് എന്താ പറയുക, അതിന് അനുഭവങ്ങൾ വേണം. മനുഷ്യൻ അനുഭവം ഇല്ലാത്തവൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇരുന്ന് കുരക്കുന്നവനൊക്കെ ഡോക്ടറാണെന്ന് പറയുന്നു. എന്താ ജോസ്റ്റിൻ ഫ്രാൻസിസ് എന്തോ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനത് കാണാനിടയായി പറ്റിയ പേര്. അതുകൊണ്ട് ഒരു പ്രമുഖ വ്യക്തിത്വമൊന്നുമല്ല അദ്ദേഹം, ആരാണെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. സൈക്കാട്രിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. ഇപ്പോൾ ഫ്രണ്ട് ഒരു
ബിയർ മേടിക്കുക, ബിയർ അല്ല റെഡ് ബുള്ള്. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ പറയാനുള്ള കാര്യം വെച്ചാൽ അത് ആ എക്സ്പീരിയൻസ് അനുഭവം ഇല്ലാത്തവർക്ക് ആ അനുഭവം ഉണ്ടാവില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. കാര്യം ദേ ദംസെൽഫ് ക്ലോസ് ദെയർ ഡോർ ടു നോളജ്. അവരാദ്യം തന്നെ വിചാരിക്കുവാണ് ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിറഞ്ഞിരിക്കുന്ന കുടത്തിൽ വെള്ളം കയറുമോ? ഇല്ല. അത് നമ്മൾ തന്നെ വിചാരിക്കുവാണ് നമുക്കിതെല്ലാം അറിയാമെന്ന്. അത്രയും ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ പറയാൻ എന്താണ് അദ്ദേഹത്തിന് ഉത്തേജനമാകുന്നത്? അദ്ദേഹം ഒരു ഡോക്ടറാണെന്നുള്ളത്, സൈക്യാട്രി തന്നെ ഒരു സയൻസ് ഒന്നും അല്ല. ഇറ്റ്സ് നോട്ട് എ സയൻസ്. സൈക്കോളജി, സൈക്യാട്രി എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബഞ്ച് ഓഫ് തിയറി മെയ്ഡ് അപ്പ് ഫോർ ജോബ്ലെസ് പീപ്പിൾ. ദാറ്റ്സ് ഇറ്റ്. അതിന് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ പറയുന്ന വ്യക്തി, അത് അയാൾക്ക് തോന്നുന്ന ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലക്സാണ്ടർ ജേക്കബ് സാർ തന്നെ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ലെവലിൽ എത്തിയാൽ മാത്രമേ ഒരാൾക്ക് ഒരു കാര്യം കാണാൻ കഴിയൂ. അതൊരു ഹയർ ഡയമെൻഷനിലുള്ള റിയാലിറ്റിയാണ്. അത് ഈ സയന്റിഫിക് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും അവർക്ക് പറ്റൂല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സയൻസിനെ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് പോലെ. അവർ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, ക്രിസ്തു എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്കാ ക്രിസ്തു ഞങ്ങളുടെ ദൈവം, അപ്പോൾ പിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന പോലെ. അള്ളാഹു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ മുസ്ലിം. എന്താണത്, എന്ത് സംഭവമാണത് എന്ന് മനസ്സിലാക്കാനുള്ള സംഭവമൊന്നും അവർക്കില്ല എന്ന് പറഞ്ഞവരെയാണ് ഇവർ പറയുന്നത്. ഈ സയൻസ് എന്ന് ഉപയോഗിക്കുന്നത് അവർ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പുരോഗമനവാദികളായി, അവർ എന്തോ വലിയ ഇവോൾവ് ബീയിങ് ആയെന്നാണ് അവർക്ക് തന്നെ തോന്നുന്നത്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സാണ്. ആ അവബോധം എന്ന് പറയും. അത് വളരുന്നതനുസരിച്ചാണ് പല കാര്യങ്ങളും പ്രത്യക്ഷപ്പെടുന്നത്. എന്തിന് ഒരു ഹയർ ബീയിങ് പോലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്പിരിറ്റ് ആയാലും എന്ത് കാര്യങ്ങളായാലും മനസ്സിലായി. നിങ്ങൾക്കത് റിസീവ് ചെയ്യാനുള്ള ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. അത് സയൻസിന് മനസ്സിലാകത്തല്ല. സയൻസിൽ അതറിയാം, ഹയർ എൻഡ് സയൻസിൽ അതറിയാം. അത് വെച്ചിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അത് ഈ പറയുന്ന സയന്റിഫിക് മൈൻഡ് എന്ന് പറഞ്ഞാൽ തള്ളിക്കൊണ്ട് നടക്കണമാർക്ക് അതറിയാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാരനോർമൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സയൻസ്. അതൊരു സയൻസാണ്. പാരസൈക്കോളജി എന്നൊക്കെ പറഞ്ഞ് വേറെ സംഭവങ്ങളുണ്ടല്ലോ. അതിനെ സൂഡോ സയൻസ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നുണ്ട്. അത് അവർക്ക് വിശ്വാസമില്ല. കാരണം they don't have that experience. That's the same thing that Alexander Jacobs is saying. That is the spiritual reality, because once you get to that consciousness, that level of consciousness, then only that fruit will appear in front of you. You have to be worthy of that. Then only that will appear in front of you. So അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഈ സയന്റിഫിക് മൈൻഡ്സ് എന്ന് പറഞ്ഞ് കുറയ്ക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇയാൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് ബയസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ ഇവനൊക്കെ പറയാനറിയോ? ഇതൊക്കെ ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ ഇങ്ങനെ എടുത്ത് തുപ്പുന്നത്. ആ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനതൊക്കെ അതും പഠിച്ച് അത് വായിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇവനൊക്കെ പറയുന്നതിനെ സയൻസായിട്ട് ബാക്കിയുള്ളവർ അംഗീകരിക്കണം. ഇവനൊക്കെ പറയുന്നതിൻ്റെ 10 ഇരട്ടി സയൻസ്, 100 ഇരട്ടി സയൻസ് പണ്ടേ ആൾക്കാർ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇവനൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളാട്ടി വെച്ചാൽ മതി. അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളണമെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് പറയാനായിട്ടുള്ള പ്രൂഫ് അവന്മാർ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ സമ്മതിക്കാം അതിലെന്തൊക്കെയാണ് അന്ധവിശ്വാസം, എന്തൊക്കെയാണ് അന്ധവിശ്വാസം അല്ലാത്തതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് കുറച്ച് വാക്കുകളെടുത്ത് തുപ്പിക്കൊണ്ട് വിമർശിച്ചിട്ട് കാര്യമില്ല. അപ്പം തന്നെ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകാത്തതുകൊണ്ടിട്ടാണ് നിങ്ങളത് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാരണം നിങ്ങൾ യു ജസ്റ്റ് ഷട്ട് യുവർ ഡോർ, സോ യു കനോട്ട് എക്സ്പീരിയൻസ് എനിത്തിങ് ബിയോണ്ട്. ദാറ്റ് ഇസ് വാട്ട് ദ റിയൽ സയൻസ് ഇസ്, the real scientific progress. You are just spitting of that same words and phrases and terms and explanations that all these mediocre scientific minds are propelling. So അത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഞാനൊരു 2ാം പാർട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പറയാനുള്ള കുറേ കാര്യങ്ങൾ. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ സയൻറ്റിഫിക് മൈൻഡ്സ് ഷുഡ് ബി എ മൈൻഡ് ഓഫ് എക്സ്പാൻഷൻ. അത് എല്ലാവരും ഓർക്കുക. അല്ലാണ്ട് ഇതൊരു അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് ഷട്ട് ചെയ്യുമ്പോൾ യു ജസ്റ്റ് നീഡ് ടു ഹാവ് വാലിഡ് റീസൺസ്, പ്രൂഫ്സ് ഫോർ യു ടു കൺഫേം ദാറ്റ്. സോ പ്ലീസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്, all these scientific minds. For them I'm doing this video, and if anyone curious, I may do a 2nd part or 3rd part or whatever, depends upon the question or inquiries. Okay.